അല്ലെ അശോക് ചേട്ടന്റെ ഒക്കെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ചില സിനിമകൾ ഇതെല്ലാം സംഭവിക്കുള്ളൂ അല്ലെ അശോക് ചേട്ടാ? എല്ലാ സിനിമയിലും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. ഇപ്പൊ അശോക് ചേട്ടൻ തുടക്കത്തിൽ നമ്മുടെ ഇതൊരു കുടുംബം പോലെയായിരുന്നു അല്ലെ? നാട്ടുകാരാണെങ്കിലും നമുക്ക് ഭക്ഷണം തരുന്നു എല്ലാവരും, അങ്ങനെ എല്ലാം സംഭവിക്കാതെ ടെക്നീഷ്യന്മാര് എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. ഒക്കെ പിള്ളേരാണെന്നേ, എല്ലാം പിള്ളേരാണ്. അപ്പൊ ഞാൻ ആദ്യം ചെന്നപ്പോ എനിക്കൊരു ഇത്രയെല്ലാം പിള്ളേരാണല്ലോ, പക്ഷെ എല്ലാവരുമായിട്ട് ഭയങ്കര മിങ്കിൾ ചെയ്തപ്പോഴല്ലോ ഞാനും അതുപോലെ പിള്ളേരെ പോലെ തന്നെ അവരുടെ കൂടെ കൂടി നല്ല നല്ല ജോലിയായി. കഥ പറച്ചിലും പാട്ട് പാടലും ബഹളവും എല്ലാം കൊണ്ടും ഭയങ്കര മൂടായിരുന്നു. ഈ പറഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നിയാ വിട്ട് കഴിഞ്ഞപ്പോഴേ ഭയങ്കര മിസ്സിങ് ഫീൽ ചെയ്തു അവിടെ. ഈ ഇപ്പം നിർമ്മല പറഞ്ഞ പോലെ അശോക് ചേട്ടനൊക്കെ നേരിട്ട് കാണുന്നത് ഒരു അഭിനയിക്കുന്നത് ഇപ്പോഴാന്ന് പറയും. ഈ നിർമ്മലിനൊക്കെ സംബന്ധിച്ചിടത്തോളം അശോക് ചേട്ടനും പണ്ട് മിമിക്രിയും സ്കിറ്റൊക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ടെങ്കിലും ആ ടൈപ്പായിട്ട് മാറിയിട്ടില്ലായിരുന്നു സിനിമയിൽ. പിന്നീട് ആ ടൈപ്പ് ക്യാരക്ടറിലേക്ക് മാറി വേറെ പല ക്യാരക്ടറും ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ നിർമ്മലിനെ സംബന്ധിച്ച് ഇപ്പോഴും അത്തരം ഒരു ക്യാരക്ടറിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നതായിട്ട് ഇപ്പം നിർമ്മല പറഞ്ഞ ഒരു പോയിന്റാണ് ഞാൻ ചോദിക്കുന്നത് അശോക് ചേട്ടാ. അങ്ങനെ ഉണ്ടോ ഇപ്പോൾ ഈ സിനിമയിൽ? അങ്ങനെയല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാണത്, ഇപ്പോൾ ഒരു വേഷം ചെയ്തു, ഒരു പോലീസുകാരുടെ വേഷം ചെയ്ത് നല്ല ഗംഭീരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ ആദ്യം സിനിമാക്കാരുടെ ലിസ്റ്റ് ഇടാതെ അവൻ നമുക്ക് അയാളെ വിളിക്കാം നമ്മുടെ പോലീസായിട്ട്. അങ്ങനെ കുറേ പോലീസ് തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ തമാശക്കാരൻ ചെയ്ത് മിമിക്രി എന്ന് വന്നു, അപ്പോൾ പിന്നെ കുറേ തമാശക്കാണ് ആദ്യം വിളിക്കണം. ആദ്യമേ നമ്മൾ കിട്ടുന്ന വേഷങ്ങളെല്ലാം കൂടെ ചെയ്യുക. നമ്മളുണ്ടെന്ന് മലയാളിയിലും ടി വിയിലും ഒക്കെ നമ്മളുണ്ട്, പോസ്റ്ററിലൊക്കെ ഉണ്ടെന്ന് വരുത്തിയതിന് ശേഷം കുറെ കഴിയുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യുക. അങ്ങനെ പറ്റുള്ളൂ. നമുക്ക് ഇമോഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അനിയത്തി പ്രാവിലൊക്കെ ഒരു ഭയങ്കര സെന്റിമെന്റ്സും ഡയലോഗ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നു. ഇപ്പോൾ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ പഞ്ചാബി ഹൗസിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു സീൻ ഉണ്ടായിരുന്നു, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സീൻ ഉണ്ടായി. അത് അഭിനയിച്ച് ഭയങ്കര തില്ലായിരുന്നു, അത് എടുത്ത് കളഞ്ഞു മതി. അപ്പോൾ അതൊക്കെ നമുക്ക് കൊതിയാണത്. ഇപ്പം എല്ലാ പടത്തിലും ഇമോഷൻ മാത്രമേ ഉള്ളൂ. ഒരു കോമഡിക്ക് വേണ്ടി നമ്മൾ കിടന്ന് ഓടുക, ഒരു കോമഡി താടേ എന്ന് പറഞ്ഞിട്ട്. കോമഡി വരുന്നുണ്ട്, ഒന്ന് രണ്ട് പടങ്ങൾ എഴുത്ത് കിടക്കുന്നുണ്ട് വേറെ. അപ്പം അത് വരും, നല്ല വേഷമുണ്ട്, നല്ല ക്യാരക്ടറാണത്. നേരെ തിരിച്ചാണ്, കോമഡിക്ക് വേണ്ടി നമ്മൾ തേടി കിടക്കാണ്. അത്തരം സിനിമകൾ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ നിർമ്മൽ? അല്ലേ, നമ്മുടെ നഷ്ടപ്പെടല്ലേ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിച്ചാലല്ലേ വിളിക്കുള്ളൂ. കളിക്കാനൊരു അവസരം കിട്ടണ്ടേ? അതിപ്പം കടകളില് കിട്ടിയിട്ടുണ്ട്. അതിന് മാറ്റി ചിന്തിക്കേണ്ട നിലയിലേക്ക് ഞാൻ ചിന്തിക്കല്ല, അവർ ചിന്തിക്കും. മറ്റുള്ളവർ ചിന്തിക്കാവുള്ള. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ചിന്തല്ല, ആര് വിളിച്ചാലും പോകും, എന്തിനും റെഡിയാണ്. നമ്മൾ ആദ്യം ആവശ്യക്കാരനാകുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വേണം സിനിമയിൽ എന്ന് വരുത്തേണ്ടത് നമ്മുടെ കഴിവാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം, ആ വേഷം നമുക്ക് ചെയ്യണോ, അത് നമുക്ക് ചെയ്യാം, അത് മാറ്റി മാറ്റി ചെയ്യാൻ പറ്റും. അല്ല ആദ്യമേ തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ അത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. തീർച്ചയാണ്, നമ്മൾ ആവശ്യക്കാരനായി മാറണം. നേരത്തെ പറഞ്ഞതുപോലെ ഞാനും അതാണ്, കടലാണ്, നമ്മൾ തേടി പോകണം, നമ്മളെ തേടി വരില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സാധനം കറക്റ്റാണ് അശോക് ചേട്ടൻ. ഇപ്പം ഞാനും കുറേ തമാശകൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് വിനയേട്ടൻ എന്നെ രാക്ഷസ രാജാവ് തന്നെ പടത്തിൽ മമ്മൂക്കാട് കൂടെ അഭിനയിക്കുന്നത്. ഉറങ്ങിയിട്ടില്ല ഞാൻ കുറേ ദിവസം. മമ്മൂക്കാട് കൂടെ ആദ്യം അഭിനയിക്കാൻ പോവല്ലേ, എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം കാണുകയാണ് നമ്മൾ. എങ്ങനെയായിരിക്കും ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഉദയ സ്റ്റുഡിയോയിലേക്കാണ് ചെല്ലണത്. ഞാൻ കുസൃതി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കും, അനിൽ ബാബുവിൻ്റെ പടത്തിൽ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സോങ് എടുക്കണ്ട്, താടിയൊക്കെ ഉണ്ട്. ഞാൻ പോലീസുകാരനെ മമ്മൂക്കയുടെ പടത്തിൽ ഈ രാഷ്ട്രീയ രാജാവില്. അപ്പോൾ ഞാൻ വിനയേട്ടനോട് പറഞ്ഞായിരുന്നു കണ്ടിന്യൂറ്റി ഉണ്ട്, സോങ് എടുക്കാനുണ്ട്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, അപ്പം എന്തെങ്കിലും കാരണം അതിൽ കാണിച്ചാൽ മതി, നിനക്ക് പിന്നെ താടിയായിട്ട് കൃഷ്ണൻ്റെ വേഷം വരെ കെട്ടാൻ പറ്റുമല്ലോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ മമ്മൂക്ക ചെല്ലുമ്പോൾ മമ്മൂക്ക ഇരിക്കുകയാണ് പുതിയാറ്റോട് മുറ്റത്ത്, രണ്ടു കൂട്ടുകാരൊക്കെ ആയിട്ട് ഇരിക്കും കസേരയിട്ട്. ഞാനങ്ങനെ നടന്ന് ഉള്ളിങ്ങനെ ഇടിക്കുന്നുണ്ട്, കുടപട ഇടിക്കുന്നുണ്ട്. അത് നടന്നങ്ങ് അടുത്ത് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക കൂട്ടുകാരൊക്കെ എഴുന്നേറ്റ് എന്നെ തൊഴുതു. അതോടെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇരിക്കും എന്നോട്, ഞാൻ മമ്മൂക്ക് എന്നെ ഇരുത്തി. താടിയാ വടിക്കുന്നില്ല, മുടിയെങ്കിലും വെട്ടിക്കൂടി ഒരു പോലീസുകാരനാണ് ഞാൻ കഴിഞ്ഞു. ഒരു മുടിയൊക്കെ വെട്ടി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ മമ്മൂക്കായിട്ടൊന്ന് ട്യൂൺ ചെയ്ത് വന്നത്. കാരണം അപ്പം എന്ന് പറയുന്ന പോലെ ചില വേഷങ്ങൾ നമുക്ക് നമ്മളെ തേടിയെത്തും. അത് ഒട്ടനെ തന്നെ നമുക്ക് അത് ഗംഭീരമാക്കാൻ പറ്റുമെന്നില്ല, ഒരു ദിവസം കഴിയണം നമ്മൾ. ഇപ്പം ഈ വേഷം തന്നെ, ഇതിലെ വേഷം തന്നെ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പേടിയായിരുന്നു. ഫസ്റ്റ് ഡേ ഒന്ന് അഭിനയിച്ച് ഞാനും ഡയറക്ടർ എന്നെ കെട്ടിപ്പിടിച്ചു. മമ്മൂക്ക ചേട്ടൻ്റെ വേഷമായതുകൊണ്ട് ഞാൻ ഒന്ന് കരഞ്ഞു, എൻ്റെ കണ്ണിൽ നിന്നൊക്കെ നിറഞ്ഞു. അതങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസവും ഞാൻ അഭിനയിക്കുമ്പോൾ ചോദിക്കും ഓക്കേണാ 36 വർഷം സീനിയോറിറ്റി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, പിള്ളേർ വേറെ ലെവലാണ് അതിൻ്റെ രീതിയൊക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും സീനിയറാന്ന് പറഞ്ഞിട്ട് നമ്മളെന്തായാലും അതിലൊരു പുതുമ കണ്ടെത്തുക എന്ന് പറഞ്ഞ പോലെ പുള്ളി നമ്മൾ ഷോട്ട് എടുക്കുമ്പോൾ ഓരോന്ന് വന്ന് നമുക്ക് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്യാങ്ങായി ഞങ്ങൾ.
ആ ഗ്യാങ്ങിന്റെ റിസൾട്ട് എനിക്ക് തോന്നുന്നു ഈ പടത്തിലുണ്ട്. എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹക്കീം കുറെ സിനിമകളായി എന്ന് പറയുമ്പോൾ ഹക്കീമിന് വേണ്ടത്ര സ്പേസും മലയാള സിനിമയിൽ കിട്ടുന്നുണ്ട്. ഹക്കീമെ നേരത്തെ പറഞ്ഞ നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല, നമ്മൾ നോക്കിയേ ചെയ്യുന്നുള്ളൂ, കുറെ സിനിമകൾ വരുന്നില്ല എന്ന് പറയുമ്പോഴും ഹക്കീമിനെ കണ്ട സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഹക്കീം ചെയ്തു വെച്ച വേഷങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ തുടർച്ചയായിട്ട് കാണുന്നില്ല എന്നുള്ള ഗ്യാപ്പ് വരുന്നുണ്ടാണ് എൻ്റെ ഒരു സംശയം. ഇല്ല, ഇത് റിലീസിന്റെ ഒരു ടൈമിന്റെ ആണ് പ്രശ്നം. മേ ബി അതായിരിക്കാം. പക്ഷെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞില്ലേ, എനിക്ക് കാണാൻ ഇഷ്ടമല്ലാത്ത സിനിമ ഞാൻ ചെയ്യില്ല. അപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ആ പടത്തിന്റെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ മടുക്കും. ഈ പടം അവസാനം വരെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇന്ന് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നുള്ളൊരു കാര്യം ആലോചിച്ച്. അപ്പോൾ ആ ഒരു മടുപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെറുതെ ചെയ്യുന്നതായിപ്പോ, വെറുതെ പോയി പൈസ മേടിച്ച് പോരാന്നുള്ളേ ഉള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. ചെയ്യുന്ന കാര്യം കുറച്ച് ആത്മാർത്ഥതയോടെ കുറച്ച് ജീവൻ കിട്ടണ്ടേ. അപ്പൊ അതിന് കുഴപ്പമില്ല. പതിയെ ഇപ്പൊ ഞാനിപ്പോ മലയാള സിനിമ വന്നിട്ട് 10 വർഷത്തോളായി. എന്നെ അറിയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഈ ലാസ്റ്റ് ഇയർ തൊട്ടാണ് എന്നെ അറിയാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ മതി, പതിയെ ചെയ്താൽ മതി എന്നുള്ളൊരു. 10 വർഷത്തെ യാത്ര കഠിനമായിരുന്നു. തീർച്ചയായും കഠിനമാണ്. കാരണം വേറെ ഗോഡ് ഫാദറോ അങ്ങനെ ആരും ഇല്ലല്ലോ. ഒരു ചെറിയ വേഷം ABCD ഗ്രാമത്തിൽ നിന്ന് വളരെ ആഗ്രഹം കൊണ്ട് മാത്രം വന്ന ഒരാളാണ്. അപ്പോ ഒരു ABCDയിലെ ഫസ്റ്റ് ചെറിയ സീനാണ് എന്റെ തുടക്കം. അത് വലുതാക്കി കൊണ്ടുവരിക എന്നുള്ളത് തീർച്ചയായിട്ടും എന്താ പറയാ, കഷ്ടപ്പാട് തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ചെയ്യേണ്ട കഥാപാത്രം, ഞാൻ ചെയ്യേണ്ട കഥാപാത്രം വേറെ ആൾക്കാർ ചെയ്യുന്നത് കണ്ടു നിന്നിട്ടുണ്ട്. എന്നെ വെച്ചേക്കുന്ന പടത്തിൽ നിന്ന് അവസാന നിമിഷം മാറ്റിയിട്ടുണ്ട്. അപ്പോ അല്ല, ഞാൻ പരാതി പറയുന്നതല്ല, പക്ഷെ അങ്ങനെ സംഭവിക്കും. അതാണ് സിനിമ. കാരണം എന്നെ വെച്ചത് കൊണ്ട് അവർക്ക് മാർക്കറ്റിൽ പടം പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. വേറെ ആൾ ചെയ്താലാണ് അതാവുകൊണ്ട് ആ ആർട്ടിസ്റ്റ് അത് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ പിന്നെ എന്റെ കഴിവെന്താണെന്ന് കാണിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. ബേസിക്കലി ഞാൻ എന്റെ വാല്യൂ കൂട്ടുക, എന്റെ കഴിവ് പോളിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അത് ചെയ്യാനുള്ളൂ. വേറെ ആരും ഇല്ല, നമ്മൾ തന്നെ പണിയെടുക്കണം. അല്ല, ഒരു സിനിമാ സ്വപ്നം ഈ പെരുമ്പിളിച്ചിറ പോലെ ഗ്രാമത്തിൽ നിന്നും, പെരുമ്പിളിച്ചിറ പിന്നെ അറിഞ്ഞു തുടങ്ങി അല്ലസാർ കോളേജൊക്കെ വന്നതിന് ശേഷം അറിഞ്ഞു തുടങ്ങി. പിന്നെ ഇപ്പൊ ഹക്കീമിലേക്ക് എത്തണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പെരുമ്പിളിച്ചിറ ഹക്കീമിന്റെ പേരുകൾ പറഞ്ഞ് അറിയണമെന്ന് സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ് ഞാൻ. ആ ഒരു യാത്ര ഉണ്ടല്ലോ, പെരുമ്പിളിച്ചിറ നിന്ന് കൊച്ചിയിലേക്കുള്ള ഒരു യാത്ര എന്തായിരുന്നു മനസ്സിൽ? എങ്ങനെ ഉദ്ദേശിച്ച് സിനിമയിൽ എനിക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു മേഖലയാണ് എന്ന കാര്യം സംശയമില്ല. കൊച്ചിയിൽ വന്ന് താമസിക്കണം, അത് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? കൂടെ ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ പോയി ആളുകളുടെ വിചാരം ബേസിക്കലി പോയ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ആവുന്നത്. 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കിനും വീട്ടുകാർ സ്നേഹം കൊണ്ട് തന്നെ പറയണേ, എടാ ഇങ്ങനെ അവിടെ പോയി പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടോ, പോരെന്ന് പറയും. അപ്പോൾ വീണ്ടും പിടിച്ചെന്ന് 1 വർഷം കൂടി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മൊമെന്റില് ചാർലിയിൽ അസിസ്റ്റ് ചെയ്യാൻ കയറി. ABCD ആണ് ഫസ്റ്റ് പടം. അത് അവസരം കിട്ടിയതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നാ നാളെ മുതൽ നടനേക്കാന്ന് വിചാരിച്ചു. പക്ഷെ നടപടിയുള്ള കാര്യമല്ലത്. അങ്ങനെ പിന്നെ ചാർലിയിൽ അസിസ്റ്റ് ചെയ്തു. പിന്നെ ആ ഒരു ടൈം ബീയിങ്ങിൽ ഞാൻ തിയേറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മണികണ്ഠൻ ചേട്ടന്റെ നാടകങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പുലിചർമ്മം. അപ്പോൾ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ആ നാടകം ചെയ്ത 4-5 വർഷത്തോളം തിയേറ്റർ ചെയ്യുമ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്റെ തന്നെ എനിക്ക് കഴിവുണ്ടോ ഇല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് വരാൻ അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് കടസിൽ ബിരിയാണി ചെയ്യുന്നത്. പിന്നെ രക്ഷാധികാരി ബൈജു, പിന്നെ പതിയെ വേഷങ്ങൾ കിട്ടി തുടങ്ങി. അപ്പോഴത്തേക്കിനും ഈ ചാർലിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നതുകൊണ്ട് ഞാൻ സിനിമ കണ്ടതും സിനിമ പഠിച്ചതും ആക്ടറിന്റെ പെർസ്പെക്റ്റീവിലല്ല. ഞാൻ പഠിച്ചത് മുഴുവൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, ഒരു ഫിലിം മേക്കറുടെ പെർസ്പെക്റ്റീവിലാണ് എനിക്ക് സിനിമ കാണാനും കഥ കാണാനും മേക്കിംഗ് കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ എന്നെ ഉപകാരം ചെയ്തിട്ടുണ്ട്. വെറുതെ വരുന്നതെല്ലാം എടുക്കാതെ ഇതെന്താവും എന്നുള്ള ഏകദേശം ഒരു ധാരണ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇത് ഹിറ്റ് ഫ്ലോപ്പ് അങ്ങനെയുള്ള പരിപാടിയല്ല പറഞ്ഞത്, നല്ലതായിരിക്കും ഒരു തോന്നൽ വരും, ഒരു ഇൻറ്റ്യൂഷൻ വരും. അപ്പോൾ അങ്ങനെ അത് വളരെ ഉപകാരപ്പെട്ടു. അത് ഞാനായി മാറാൻ ഈ 10 വർഷം എന്നെ വളരെയധികം ഉപകാരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോ റിഗ്രറ്റ്സ്.